പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നമ്മൾ സാധാരണ ചില ഡോക്യുമെന്റുകൾ ചിലർക്ക് അയച്ചു കൊടുക്കേണ്ട സാഹചര്യം വരുന്നു. ആധാർ, പാൻ കാർഡ്, പാസ്പോർട്ട്, ഇങ്ങനെയുള്ള പല പല ഡോക്യുമെന്റ്സുകൾ നമുക്ക് പല ലോണിന്റെ ആവശ്യങ്ങൾക്കും മറ്റുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്കും എല്ലാം നമുക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കേണ്ട സാഹചര്യം വരുന്നു. അത് നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? ക്യാമറ ഓൺ ചെയ്തതിനു ശേഷം നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിനെ ക്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അയച്ചു കൊടുക്കുക. അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല, അതിന്റെ സൈഡെല്ലാം മാറി അതിന്റെ തനിമയോടുകൂടി കിട്ടണമെന്നില്ല. അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എന്തായാലും ഫോണിൽ അതിന്റെ സെറ്റിംഗ്സ് ഇല്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു ആപ്ലിക്കേഷൻ കൂടാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അത് ചെറിയ കുറച്ച് MB ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. ക്ലിയർ സ്കാൻ PDF സ്കാനർ എന്നാണ് ആ ആപ്പിന്റെ പേര്. സാധാരണ PDF ഫയലും അതിലേക്ക് ആക്കി നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. എന്തായാലും അത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് അതൊരു ഉപകാരമായി മാറും. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ഓൾറെഡി ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്കിവിടെ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതും അത് പോയിട്ട് ക്യാമറ ഓൺ ചെയ്യാനുള്ള 2 ഓപ്ഷൻ താഴെ കാണും. നമ്മളതിൽ ക്യാമറ ഓപ്ഷനാണ് നമുക്ക് ആവശ്യം. ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ലൈസൻസ് ഒന്ന് സ്കാൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അത് കറക്റ്റ് പൊസിഷനിൽ തന്നെ ക്രോപ്പായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് നമ്മൾ ഈ താഴെ കാണുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ലൈസൻസിന്റെ അതേ രൂപത്തിൽ അതേ തനിമയോടുകൂടി തന്നെ അതില് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഡോക്യുമെന്റും ഇതുപോലെ സ്കാൻ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ അടുത്ത് എന്റെ ഒരു പഴയ ഫോട്ടോ ഇതുപോലെ സ്കാൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ആ ക്യാമറ ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ ഇതുപോലെ സ്കാൻ ചെയ്യുന്ന സമയത്ത് പഴയ പോലെ ആ ക്രോപ്പിംഗ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? അതും പഴയ ഫോട്ടോ അതേ രീതിയിൽ അതേ തനിമയോടുകൂടി തന്നെ നമുക്ക് കിട്ടിയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് വീഡിയോ ഫയലായാലും എന്ത് കാര്യങ്ങളായിരുന്നാലും ഇതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് വെച്ച് നമുക്ക് നമ്മുടെ രീതിയിൽ അത് ക്രോപ്പ് ചെയ്തും അത് പോയിട്ട് പല പല ഓപ്ഷൻ അതിന്റെ രീതിയിൽ കൊടുത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇത്രയായി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ആപ്ലിക്കേഷൻ എന്നുള്ള ആ ഫയല് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ പല ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ സേവ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് അവിടെ സേവ് ആക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുവഴി തന്നെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാ ഈ ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വാട്സപ്പിലോ മറ്റോ കൊണ്ടുപോയി ഇതുപോലെ ഷെയർ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നല്ല ക്ലാരിറ്റിയോടുകൂടി അത് ഷെയർ ആയത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.